എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് മഴ തോരും മുൻപേ എന്ന സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടാണ്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലേ വരാൻ പോകുന്ന തകർപ്പൻ എപ്പിസോഡുകൾ ത്തിനെ പുറത്തിറക്കാൻ വേണ്ടി അലീന ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതെല്ലാം മനസ്സിലാക്കുന്ന സമയത്ത് രോഹിത്തിന്റെ മനസ്സിൽ ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട്. അങ്ങനെ വൈജിയെ ഡിസ്ചാർജ് ചെയ്യുകയാണ്. ഡിസ്ചാർജ് ചെയ്യുന്നതും നേരെ വാടക വീട്ടിലോട്ട് പോകണമെന്നായിരുന്നു വൈജിയുടെ തീരുമാനം. എന്നാൽ മറ്റുള്ളവരെ നിർബന്ധത്തിന് വഴങ്ങി വൈജി നേരെ വരുന്നത് ബാലചന്ദ്രൻ്റെ വീട്ടിലോട്ട് തന്നെയാണ്. അങ്ങനെ വീട്ടിലോട്ട് കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് അലീനയാണ്. അലീനയെ കാണുന്നതും വൈജയ്ക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. വൈജ പറയുന്നുണ്ട്, ഓ കയറി വരുമ്പോൾ തന്നെ കാണി ഇവളെ ആണല്ലോ, ഇവള് കാരണം ഇത്രയും നാൾ ഞാൻ ഹോസ്പിറ്റൽ കിടക്കയിൽ കിടന്നത്, എന്നിട്ടിപ്പോൾ വന്ന് കയറുമ്പോൾ തന്നെ ഇവളെയാ കണി, ഇനി വരാൻ പോകുന്നത് ഫുള്ള് എൻ്റെ കണ്ടക ശനിയായിരിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് വൈജ കയറി വരുന്നത്. വൈജയുടെ ഒപ്പം ഉള്ളത് ബബിതയാണ്. ബബിതയോട് പറയുന്നുണ്ട്, മോളെ നീ ഇവളെ എൻ്റെ മുന്നിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പിടിച്ചുകൊണ്ട് പോ, എനിക്കിവിടെ കാണുമ്പോൾ തന്നെ കലി കയറുന്നുണ്ട് എന്ന് പറയുമ്പോൾ അലീന ഒന്നും മിണ്ടാതെ അകത്തോട്ട് കയറി പോകുന്നുണ്ട്. വൈജ കയറി വരുന്നത് കാണുന്നതും കൃഷ്ണമോള് ഓടിച്ചെന്ന് വൈജയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അമ്മ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, എത്ര നാളായി അമ്മ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുന്നു, അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് കൃഷ്ണമോളോട് വൈജ പറയുന്നുണ്ട്, ഓ നിനക്കിപ്പോൾ അലീനയല്ലേ വലുത്, പിന്നെന്തിനാ നീ എന്നോട് ഓരോന്ന് ചോദിക്കുന്നത് എന്ന് ചോദിക്കുന്നതും കൃഷ്ണമോള് പറയുന്നുണ്ട്, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്, എനിക്ക് അമ്മയല്ലേ എപ്പോഴും വലുത്. അങ്ങനെയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാലചന്ദ്രൻ വരുന്നത്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഏതായാലും നിന്റെ അസുഖമൊക്കെ മാറിയില്ലേ, ഇനിയിപ്പോൾ തുടങ്ങിയല്ലേ നിന്റെ പുതിയ യുദ്ധങ്ങൾ എന്ന് ചോദിക്കുന്നതും വൈജയ്ക്ക് ആകെ ദേഷ്യം വരികയാണ്. ഞാനാണല്ലോ ഇവിടെ യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നത്, നിങ്ങളും ഈ പിഴച്ചകളും ഇവിടെ ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല, നിങ്ങൾ കാട്ടിക്കൂട്ടുന്നതെല്ലാം നല്ല കാര്യങ്ങളാണല്ലോ എന്നെല്ലാം പറഞ്ഞ് തർക്കിക്കാൻ തുടങ്ങുന്നുണ്ട് വൈജ. ബാലചന്ദ്രനാണെങ്കിൽ ഇതെല്ലാം കേൾക്കുമ്പോൾ വീണ്ടും ദേഷ്യം വരുന്നുണ്ട്. വീണ്ടും ഒരു വഴക്ക് വേണ്ട അച്ഛാ എന്ന് പറയുന്നുണ്ട് അലീന. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാനായിട്ടൊരു വഴക്കും ഉണ്ടാക്കുന്നില്ല മോളെ, ഇവിടെ വഴക്കുണ്ടാക്കേണ്ടവരെല്ലാം ഇപ്പോൾ വന്നു കയറിയിട്ടുണ്ടല്ലോ, ഇനി താനെ വഴക്കെല്ലാം ഉണ്ടായിക്കോളും എന്ന് പറയാണ്. ഇവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ഒരു വഴക്കിനും ഞാനില്ല, ഞാനത് ആദ്യം പറഞ്ഞതല്ലേ ഇവളെ ഈ വീട്ടിൽ വേണ്ടെന്ന്, എന്നാൽ നിങ്ങൾക്കെല്ലാം ഇവളില്ലാതെ പറ്റില്ലല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്താണ് രോഹിത് വരുന്നത്. രോഹിത്തിനോട് വൈജ പറയുന്നുണ്ട്, മോനെ നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, ഞാൻ ഓക്കെ ആണമ്മേ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ പിഴച്ചവൾ ഇവിടെ ഉണ്ടല്ലോ, നീ അവൾ പറയുന്നതൊന്നും കേൾക്കാനോ ഒന്നിനും പോവണ്ട, അവൾ വീണ്ടും നിന്നെ വല്ല ചതിയിലും പെടുത്തും, ഇപ്പം നീ ജയിലിൽ കിടക്കാനൊക്കെ കാരണം ഇവൾ തന്നെയാ, ഇവളുടെ വശീകരണ എല്ലാത്തിനും കാരണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അലീനയെ കുറ്റപ്പെടുത്തുമ്പോൾ രോഹിത്തിന് അതൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അമ്മ വീണ്ടും എന്തിനാ ഈ അലീന ചേച്ചി എങ്ങനെ കുറ്റപ്പെടുത്തുന്നത്, ചേച്ചി എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ വൈജാകെ ഷോക്കായി പോകുന്നുണ്ട്. നീ എന്താടാ, നീയും ഇപ്പോൾ ഇവളുടെ ഭാഗം തന്നെ ആയോ, നിന്റെ അച്ഛൻ്റെയും പെങ്ങളുടെയും ഒക്കെ പോലെ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ആരുടെയും ഭാഗം നിന്നതൊന്നും അല്ല, ഞാൻ അത്രയും നാളും ജയിലിൽ കിടന്നിട്ട് എന്നെ പുറത്തിറക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടത് അലീന ചേച്ചിയല്ലേ, അതിൻ്റെ നന്ദി എനിക്ക് എന്തായാലും ഉണ്ട്, ഞാൻ നിങ്ങളുടെ ഒന്നും പോലെ നന്ദിയില്ലാത്ത ഒരാളൊന്നും അല്ല എന്നെല്ലാം പറയാണ്. അപ്പം ഞാനാണല്ലേടാ നന്ദിയില്ലാത്തത്, എനിക്കാണോ നന്ദിയില്ലാത്തത് എന്നെല്ലാം ചോദിച്ച് രോഹിത്തിൻ്റെ മെക്കെട്ട് കയറുന്നുണ്ട് വൈജ. ഞാൻ അമ്മയുടെ മെക്കെട്ട് കയറാൻ വേണ്ടി വന്നതൊന്നും അല്ല, ഒരു പ്രശ്നം ഇനി എന്തിനാ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അലീന ചേച്ചി ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് എന്താ ബുദ്ധിമുട്ട്, ചേച്ചി ഇവിടെ നിന്നോട്ടെ, ചേച്ചി ഒരു കുറ്റം പറയാനോ ഉപദ്രവിക്കാനോ ഒന്നിനും പോവാതിരുന്നാൽ പോരെ എന്നെല്ലാം പറയുമ്പോൾ വൈജ അലീനയോട് ദേഷ്യപ്പെടുന്നുണ്ട്. നീ ഇപ്പോൾ എൻ്റെ മകനെയും എൻ്റെ പാട്ടിലാക്കിയല്ലേടി, നിനക്കിതിനൊക്കെ ഭയങ്കര കഴിവാണല്ലോ, നിനക്ക് എവിടുന്ന ഇതിന് മാത്രമൊക്കെ വശീകരണ മന്ത്രം അറിയുന്നത്, അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് അലീനയെ കുറ്റപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്യുന്നുണ്ട് വൈജ. അലീനയാണെങ്കിൽ ഒന്നും തന്നെ മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുകയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, എന്തിനാ അമ്മേ വീണ്ടും വീണ്ടും അലീന ചേച്ചിയെ കുറ്റപ്പെടുത്തുന്നത്, ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് അമ്മയ്ക്ക് എന്താ കിട്ടുന്നത് എന്നെല്ലാം ചോദിക്കുകയാണ്. ഞാനിപ്പോൾ എന്തിനാ ഈ വീട്ടിലോട്ട് കയറി വന്നത്, ഇവിടെ വന്നിട്ട് എനിക്ക് യാതൊരു കാര്യമില്ല, കാരണം ഇപ്പോൾ ഇവിടെ എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല, എൻ്റെ മകൻ പോലും ഇവളുടെ ചൊൽപ്പടിക്കാ ഇപ്പം നിൽക്കുന്നത്, ഇനി എന്തിനാ ഞാനിവിടെ നിൽക്കുന്നത്, ഞാൻ ആദ്യം പറഞ്ഞതാ വല്ല വാടക വീട്ടിലും പോയി താമസിച്ചോളാന്ന്, എന്നാൽ അതിനും ആരും സമ്മതിക്കില്ലല്ലോ
എന്നെല്ലാം പറഞ്ഞ് തർക്കിക്കുന്നുണ്ട് വൈജ. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീയേ ഇപ്പോഴും ഇവിടെ എതിർത്തോണ്ടിരിക്കുന്നത് ഇവളുടെ മനസ്സിലുള്ള നന്മ മനസ്സിലാക്കാത്തതുകൊണ്ടാ. നിന്റെ മനസ്സിലാണ് ഒട്ടും നന്മയില്ലാത്തത്. നീ ഒരു പിശാചാണടി, ഈ പിശാച്. കാരണം നീ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ അലീനയൊക്കെ നമ്മൾ അത്രയും ദൈവതുല്യായിട്ടാണ് കാണേണ്ടത്. അവൾ അത്രയും മനസ്സിൽ നന്മയുള്ളവളാ. അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രോഹിത്തിന് അലീനയോട് ഭയങ്കര സ്നേഹവും സഹതാപവും എല്ലാം തോന്നുന്നുണ്ട്. രോഹിത് അലീനയോട് പറയുന്നുണ്ട്, ചേച്ചിയോട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ചേച്ചി എന്നോട് ക്ഷമിക്കണം. അമ്മ പറയുന്നതൊന്നും ചേച്ചി കാര്യമാക്കണ്ട, എന്നെങ്കിലും അമ്മയും ചേച്ചീനെ സ്നേഹിക്കാൻ തുടങ്ങും എന്നെല്ലാം പറയാണ്. അലീന പറയുന്നുണ്ട്, മോനെ നീ ഇപ്പോൾ എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ. നിന്റെ ഈ സ്നേഹം കാണുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. എനിക്ക് കുഴപ്പമില്ല, മേഡം എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞോട്ടെ, എനിക്കിപ്പോൾ അത് ശീലമായിട്ടുള്ള കാര്യമല്ലേ, എനിക്കതിൽ യാതൊരു സങ്കടവുമില്ല എന്നെല്ലാം പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, അതെല്ലാം മാറണം. അമ്മയ്ക്ക് ചേച്ചിയോട് എന്തായാലും സ്നേഹം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഈ വീട്ടിൽ ഇനിയും വഴക്ക് തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു സമാധാനമുള്ള വീടായിരിക്കില്ല ഒരിക്കലും ഇത്. അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കെ ബബിതയ്ക്ക് ഇതൊന്നും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ബബിത വൈജയോട് പറയുന്നുണ്ട്, കണ്ടില്ലേ അമ്മേ, ഇപ്പം എല്ലാവരും അവളുടെ കൂട്ട്, അവൾ എല്ലാവരെയും അവളുടെ കയ്യിലാക്കി വെച്ചിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും നമുക്ക് അവരെയൊക്കെ നമ്മളുടെ ഭാഗത്താക്കണം എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട്, അതിനെ എങ്ങനെയാക്കാനാ, എങ്ങനെയാ അവരെല്ലാം നമ്മളുടെ ഭാഗത്തേക്ക് ആക്കുന്നത്? എല്ലാവരെയും അവളുടെ സാരിത്തുമ്പിൽ കിട്ടിയിട്ട് നടക്കുകയല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബബിത പറയുന്നുണ്ട്, അതിന് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം അമ്മേ, അല്ലാതെ എല്ലാവരും അവളുടെ കൂടെ നിന്നാൽ നമ്മളുടെ ഭാഗത്ത് ആരും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. വൈജ പറയുന്നുണ്ട്, അധിക ദിവസമൊന്നും അവളെ ഞാനിവിടെ വെച്ച് പൊറപ്പിക്കില്ല, അവൾ തന്നെ അവളുടെ ജീവനും കൊണ്ട് ഇവിടുന്ന് ഓടി രക്ഷപ്പെടും, അങ്ങനെ ആക്കി തീർക്കും ഞാൻ അവളെ എന്നെല്ലാം പറയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ ബബിതയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ബബിതയുടെ മനസ്സിലും അലീനയോട് ഒരുപാട് വെറുപ്പാണ് തോന്നുന്നത്. അലീനയെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ ഏതറ്റം വരെ വേണമെങ്കിലും പോകുമെന്ന സ്ഥിതിയിലാണ് ബബിതയുള്ളത്. അതിനുശേഷം രേവതികുട്ടി അലീനയുടെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട്. എന്നാൽ അലീന കിച്ചണിൽ ഒരു പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഫോൺ അടിക്കുന്നതൊന്നും കേൾക്കുന്നില്ല. രോഹിതാണ് ഫോൺ അടിക്കുന്നത് കേൾക്കുന്നതും ഫോൺ വന്ന് എടുക്കുന്നതും. ഫോൺ എടുക്കുന്ന സമയത്ത് രേവതികുട്ടി ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചിയും കുറേ നേരമായില്ലേ വിളിക്കുന്നു, എന്താ ഫോൺ എടുക്കാഞ്ഞത്? ചേച്ചിയുടെ തല തെറിച്ച അനിയനില്ലേ അവിടെ, എങ്ങനെയുണ്ട് ഇപ്പം അവൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ രോഹിതിന് ദേഷ്യം വരുന്നുണ്ട്. നീ ആരാ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? ഞാൻ തല തെറിച്ചവനാണെന്ന് പറയാൻ നീ ആരാ എന്നെല്ലാം ചോദിക്കുകയാണ്. രോഹിത്താണോ ഇത് എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, രോഹിത് തന്നെ. എന്താ നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ അങ്ങനെ നിനക്കല്ലല്ലോ വിളിച്ചത്, എൻ്റെ അലീന ചേച്ചിക്കല്ലേ, അലീന ചേച്ചിക്ക് ഫോൺ കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. നിന്റെ അലീന ചേച്ചിയോ, അങ്ങനെ ഇപ്പോൾ ഫോൺ കൊടുക്കാൻ മനസ്സില്ല എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നത്, നീ മര്യാദയ്ക്ക് കൊടുത്തേ, നീ എന്തിനാ അലീന ചേച്ചിയുടെ ഫോൺ എടുത്തത് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. ഇത് കേട്ടോണ്ടാണ് അലീന വരുന്നത്. അലീന ചോദിക്കുന്നുണ്ട്, ആരാ രോഹിയത് എന്ന് ചോദിക്കുമ്പോൾ രേവതിയാണ് ചേച്ചി എന്ന് പറയുന്നുണ്ട്. രേവതിക്കുട്ടിയാണോ എന്നിങ്ങടുത്താ എന്ന് പറഞ്ഞ് ഫോൺ വാങ്ങിക്കുന്നുണ്ട് അലീന. രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി എന്തിനാ അവൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തേ എന്ന് പറയുമ്പോൾ ഞാൻ കേട്ടിട്ടില്ലടി, ഞാൻ എന്തിനാ നീ വിളിച്ചേ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, വെറുതെ വിളിച്ചതാ. ആ ഫോൺ എടുത്തപ്പോഴേ ഞാൻ പറഞ്ഞത് ആ തലതെറിച്ചേനെ അവിടെ ഉണ്ടോ എന്നാ, അത് അവനൊട്ടും ഇഷ്ടപ്പെട്ടില്ല, അതിനാ ഇങ്ങനെ കയർക്കുന്നത് എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, നീ എന്തിനാ മോളെ അങ്ങനെയൊക്കെ പറയാൻ പോയത്, അങ്ങനെ എന്നെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്, നിനക്കത് ഇഷ്ടപ്പെടൂ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അവനത്ര നല്ലവനാണോ, അവനൊരു തലതെറിച്ചവനല്ലേ, ചേച്ചിയോട് എപ്പോഴും വഴക്കിന് വരുന്നവനല്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഇപ്പം അങ്ങനെയൊന്നും അല്ല മോളെ, അവന് ഇപ്പം എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമൊക്കെയാണ്, അവൻ എൻ്റെ കൂടെയാണ് ഇപ്പം എല്ലാ കാര്യങ്ങൾക്കും. എനിക്ക് വേണ്ടിയിട്ടേ മേഡത്തിനോട് വഴക്കടക്കം ഉണ്ടാക്കി അവനെ ഒരുപാട് വഴക്ക് പറയുകയും ചെയ്തു. മേഡം കണ്ടില്ലേ, ഇപ്പം എല്ലാവർക്കും എന്നോട് ഒരുപാട് സ്നേഹമുണ്ട്, അതിൽ ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കുക ഞാൻ. നീ അവനെ വെറുതെ ചുമ്മാ അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞ് വേദനിപ്പിക്കണ്ട കേട്ടോ എന്നെല്ലാം പറയാണ്. ഇപ്പം അനിയൻ സ്വന്തം ഭാഗത്തായപ്പോൾ ഞങ്ങളെയൊന്നും വേണ്ടാതായല്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് രേവതിക്കുട്ടി. അങ്ങനെയൊന്നും അല്ലടി കുറുമ്പി, നിന്നെ എനിക്ക് എന്നും ഇഷ്ടം തന്നെയല്ലേ, നീ എന്നും എൻ്റെ കുഞ്ഞു പെങ്ങൾ തന്നെയല്ലേ, നിന്നെ കഴിഞ്ഞല്ലേ എനിക്ക് മറ്റാരും ഉള്ളൂ, ഇവരൊക്കെ ഇപ്പോഴല്ലേ ഉണ്ടായത് എന്നെല്ലാം പറയുന്നുണ്ട്. രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇനി ഓരോന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാനൊന്നും നോക്കണ്ട, ആയിക്കോട്ടെ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. നിനക്ക് ഭയങ്കര കുശുമ്പാണല്ലോടി എന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അലീനയും രേവതിക്കുട്ടി അലീനയോട് പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ചേച്ചി രോഹിത്തിൻ്റെ സ്വന്തം ചേച്ചിയാണെന്നുള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞൂടെ, ഇനി എന്തിനാ അത് മറച്ചു വെക്കുന്നേ, അവനും കൂടിയല്ലേ ഇനി അത് അറിയാനുള്ളൂ, അവനെയും കൂടി അത് അറിയിച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. നീ ഒന്നും മിണ്ടാതിരിക്കും മോളെ, അവനതൊന്നും അറിയണ്ട, ഇപ്പോൾ അവന് എങ്ങനെയെങ്കിലും പതുക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം
എല്ലാം അതിൻ്റെതായ സമയത്ത് നടക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്. ഈ എപ്പിസോഡിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.